Question നോക്കുക. The gravitational potential energy of an isolated system of three particles, each of mass m, at the three corners of an equilateral triangle of side L is എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുക. -gm²/L, ഓപ്ഷൻ 2 -gm²/2L, ഓപ്ഷൻ 3 -2gm²/L, ഓപ്ഷൻ 4 -3gm²/L. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല നമുക്കൊന്നുകൂടെ പഠിച്ചിരിക്കാം. അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ pair of particles is equal to -g m1 m2 divided by r. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല പ്രകാരം നമുക്കിവിടെ നോക്കാം. ഒരു ട്രയാങ്കിളാണ് ഒരു ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ട്രയാങ്കിൾ മാർക്ക് ചെയ്യാണ്. ഇവിടെ ഒരു എം മാസുള്ള ഒരു ബോഡി ഉണ്ട്, ഇവിടെ എം മാസുള്ള ബോഡി, എം മാസുള്ള ബോഡി. ഈ ഡിസ്റ്റൻസ് L ആണ്, ഈ ഡിസ്റ്റൻസ് L ആണ്, ഈ ഡിസ്റ്റൻസ് L ആണ്. ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, ഇത് പോയിന്റ് സി. അപ്പോൾ ഈ എയും ബിയും തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. എയും സിയും തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. ബിയും സിയും തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുകയാണ് എന്തെന്ന് പറയണത് ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ ബി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ബി സി എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഇവിടെ m1 m2 എന്ന് പറയാം. എല്ലാത്തിൻ്റെയും മാസ് സെയിം ആയതുകൊണ്ട് m1 = m2 = എത്രയാണ്? m ആണ്. r = എത്രയാണ് വരിക? L ആണ് വരിക. അപ്പോൾ r = L എന്ന് പറയാം. m1 = m2 = എല്ലാം ഇവിടെ എത്ര തന്നെയാണ്? m തന്നെയാണ്. കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -g m1 m2 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? RAB പ്ലസ് എന്ത് വരും? -g m1 m2 ഡിവൈഡഡ് ബൈ RAC പ്ലസ് എത്രയാണ് വരിക? -g m1 m2 ഡിവൈഡഡ് ബൈ RBC എന്ന് നമുക്കിവിടെ പറയാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യാണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു -g m ഡിവൈഡഡ് ബൈ L -g mm ഡിവൈഡഡ് ബൈ L -g mm ഡിവൈഡഡ് ബൈ L. m × m എന്ന് പറയുമ്പോൾ എത്രയാണ്? m² ആണെന്നുള്ളത് അറിയാലോ. അപ്പോൾ സോ -g m² ഡിവൈഡ് ബൈ L -g m² ഡിവൈഡ് ബൈ L -g m² ഡിവൈഡ് ബൈ L എല്ലാം കൂടി കൂട്ടി എഴുതുക. അപ്പോൾ എത്രയായിട്ട് മാറും? -3g m² ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമുക്കിവിടെ അറിയുവാനായിട്ട് പറ്റുക. ഇതാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയും. ഓക്കെ, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.